ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കട്ടൻ ചായ കുടിച്ചിട്ട് തുടങ്ങി. വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഒന്ന് പുറത്ത് പോകണം. അങ്ങനെ നമ്മൾ രാവിലെ മുറ്റം തൂത്തു. ഈർക്കിലിച്ചൂല് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുനിഞ്ഞൊന്നും മുറ്റം തൂക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ബുദ്ധിമുട്ട് ജോലി ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുറ്റം തൂത്തു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. ചപ്പാത്തിയും ഇന്നലത്തെ ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അത് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. രാവിലെ തന്നെ കുളിക്കണമെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണാതിരിക്കൂലല്ലോ. അമ്മ പറഞ്ഞൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ്, കറങ്ങാനായിട്ടൊന്നും അല്ല, ഒരാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അതിനാണ് രാവിലെ കുളിച്ച് റെഡിയായി ഇരിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അങ്ങനെ നമ്മൾ അത് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഒരുങ്ങി മുടിയൊക്കെ കെട്ടി നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. സാധാരണ ഞാനും അമ്മയും കൂടെ എവിടെ പോയാലും പോണ കാര്യമൊന്നും സാധിക്കാറില്ല. ഇതിപ്പോൾ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എന്നെയും കൂട്ടി എവിടെ പോയാലും പോയ കാര്യമൊന്നും സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്താറായി. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കാര്യമൊന്നും സാധിക്കാതെ പട്ടിച്ചന്തക്ക് പോയ പോലെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. അങ്ങനെ കാര്യം സാധിക്കാത്ത സന്തോഷത്തിൽ ഒരു ഷാർജയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി 2 ബിരിയാണി മേടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഉച്ചക്ക് നമുക്ക് കഴിക്കാനായിട്ട് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. ജോലിയൊന്നും തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് ജോലികളൊക്കെ ബാക്കി കിടപ്പുണ്ട്. ഒരാഴ്ച അടുപ്പിച്ച് മഴയായ കാരണം മുറ്റത്ത് നിറച്ച് പുല്ല് പിടിച്ച് നിൽക്കുമായിരുന്നു. ആ പുല്ല് പറിച്ച് കളയണം. മഴ പെയ്തപ്പോൾ പ്ലാവ് ഇങ്ങോട്ട് ചാഞ്ഞായിരുന്നു. ആ പ്ലാവ് ഒന്ന് പിടിച്ച് കെട്ടണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. വലിയ പ്ലാവൊന്നും അല്ല, ഈ കണ്ടില്ലേ, ഇതാണ് പ്ലാവ്. ചെറിയതാണ്. ഒരു മഴ പെയ്തപ്പോൾ അതങ്ങോട്ട് ചാഞ്ഞു പോയി. അപ്പോൾ വിചാരിച്ച് ഇന്ന് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനും അമ്മയും കൂടെ ഒന്ന് ഇറങ്ങി വെച്ച്. പുല്ല് മുഴുവനൊന്നും പറിക്കാൻ പറ്റിയില്ല, കുറച്ചേ പറിക്കാൻ പറ്റുള്ളൂ. അമ്മ ഇടയ്ക്ക് പറഞ്ഞ് എന്നെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് ചോറ് വെക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല, അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പുല്ല് പറിക്കേണ്ടി വരത്തില്ലേ. അതുകൊണ്ട് അമ്മേനെയും കൂടെ ഞാൻ അവിടെ പിടിച്ചിരുത്തി അമ്മേനെ കൊണ്ടും പുല്ല് പറിപ്പിച്ചു. മൊത്തം ഒന്നും തീർക്കാൻ പറ്റിയില്ല, എന്നാലും ഏകദേശം വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും ചായ കുടിച്ച സമയത്ത് ഞാൻ കുടിച്ചത് നാരങ്ങ വെള്ളമാണ്. അല്ലെങ്കിലും ഞാൻ എല്ലാത്തിനും തലതിരിവാണ്. അപ്പോൾ വൈകിട്ടത്തേക്ക് കഴിക്കാനായിട്ട് ചോറും മത്തിക്കറിയായിരുന്നു. അങ്ങനെ അതും ഒരു പിടി പിടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.